മാസപ്പടി കേസിൽ CMRL ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജീവനക്കാരെ ചോദ്യം ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കണമെന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. ചോദ്യം ചെയ്യലിന്റെ പേരിൽ ED ബുദ്ധിമുട്ടിക്കുന്നുവെന്നാരോപിച്ചാണ് CMRL ജീവനക്കാരുടെ ഹർജി. മാസപ്പടി കേസിൽ EDയുടെ ചോദ്യം ചെയ്യൽ നടപടികൾ ബുദ്ധിമുട്ടിക്കുന്നുവെന്നാരോപിച്ച് CMRL ജീവനക്കാർ നൽകിയ ഹർജി ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ഹർജിയിൽ നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുപടി സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്ന CMRL കമ്പനിയുടെ വാദം ശരിയല്ല. 2019 ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ 133 കോടി രൂപയുടെ അനധികൃത ഇടപാട് കണ്ടെത്തിയിരുന്നു. രാഷ്ട്രീയ നേതാക്കൾക്കടക്കം പണം നൽകിയെന്ന് CMRL MDയും CFOയും മറ്റ് ഏജൻസികളോട് സമ്മതിച്ചിട്ടുണ്ട്. വീണ വിജയന്റെ എക്സലോജിക്കിന് 1.72 കോടി രൂപ നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടിരുന്നുവെന്നും ED മറുപടി സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ മാസപ്പടി ഇടപാടിൽ FIR രജിസ്റ്റർ ചെയ്യാൻ തക്ക ക്രിമിനൽ കുറ്റങ്ങൾ കണ്ടെത്തിയതായി സംസ്ഥാന പോലീസ് മേധാവിയെ അറിയിച്ചിരുന്നുവെന്നും ED കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. CMRL ജീവനക്കാരെ മുൻപ് ചോദ്യം ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ EDക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ജനം, കൊച്ചി.